ദൈവം നിങ്ങളുടെ പണത്തെ അല്ല, നിങ്ങളുടെ ഹൃദയത്തെയാണ് പിന്തുടരുന്നത്. എല്ലാം ദൈവത്തിൻ്റെതാണെങ്കിൽ പിന്നെ എന്തിന് നമ്മുടെ പണം ദൈവത്തിന് നൽകണം? അവിടുന്ന് ദരിദ്രനാണോ? അവിടത്തേക്ക് വായ്പ ആവശ്യമുണ്ടോ? എന്തായാലും എല്ലാം ദൈവത്തിൻ്റെതല്ലേ. ദൈവം നിങ്ങളോട് നൽകാൻ ആവശ്യപ്പെടുമ്പോൾ കർത്താവ് നിങ്ങളുടെ പണത്തെ പിന്തുടരുന്നില്ല. കാരണം ഇതെല്ലാം അവിടുത്തേതാണ്. ദൈവം നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടരുന്നു. യേശു പഠിപ്പിച്ചത് നോക്കൂ. ഗുരു, ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? യേശു മറുപടി പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. മത്തായി സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 38 വരെ. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയം ഉണ്ടായിരിക്കും. മത്തായി സുവിശേഷം 6:21. നിങ്ങൾ പണത്തെ കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹൃദയം കണ്ടെത്താം. നിങ്ങളുടെ ചെക്ക് ബുക്ക് തുറന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഭൂരിഭാഗവും നിങ്ങൾ എവിടെയാണ് കേന്ദ്രീകരിച്ചതെന്ന് പെട്ടെന്ന് വ്യക്തമാകും. നിങ്ങളുടെ ഹൃദയത്തിലേക്കുള്ള ഏറ്റവും വേഗതയേറിയ വഴി പണമാണ്. നിങ്ങളുടെ പണത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഹൃദയം ഉടനെ അതിനെ പിന്തുടരും. എന്തുകൊണ്ടാണ് യേശു പുതിയ നിയമത്തിൽ പണത്തെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്? കാരണം കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയിൽ ശ്രദ്ധാലുവാണ്. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.